പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. നമ്മൾ വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 2 ക്ലാസ്സുകൾ ഇട്ടിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലെ ചില കമൻറ്റുകൾ ചില സഹോദരന്മാർ ഓർപ്പിച്ചതും അവർ നിർദ്ദേശിച്ചതുമായ 2 കമൻറ്റുകൾ ഇപ്രകാരം ഞാൻ ഓർത്തിരിക്കുകയാണ്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിലൊന്നാമത്തെ കമൻറ്റ് വിഷയം മാറ്റി സംസാരിക്കുന്നു, നിങ്ങൾ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മാറി സംസാരിക്കുന്നു എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ശാസ്ത്രം ജയിച്ചു ദൈവം തോറ്റു എന്ന അവസ്ഥയിലേക്കാണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയ സഹോദരനെ ഞാനത് അങ്ങനെ തന്നെ എടുത്തും ഇങ്ങോട്ട് സംസാരിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രം ആദ്യം ജയിച്ചു നിൽക്കും. അത് സക്കറിയാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആദ്യം ഈ ആണവ യുദ്ധം വരുന്നു, അതിൻ്റെ മിസൈൽ സംവിധാനങ്ങൾ വരുന്നു, അതിൻ്റെ കുതിര പടയാളികൾ വന്ന് മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹിരാകാശത്ത് വെച്ച് കത്തിക്കുന്നു. അങ്ങനെ ഒരു ശാസ്ത്രം ആദ്യം ജയിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ദൈവം എവിടെയാണ്, ദൈവം ഇവിടെ ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് സക്കറിയാപ്രവാചകന്റെ പുസ്തകത്തിൽ പിന്നീട് വരുന്നത് ജെറുസലേമിന് കിഴക്കുള്ള ഒലുമലയിൽ അവിടുന്ന് നില ഉറപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് വിഷയമുണ്ട്. പിന്നെ മറ്റൊന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനത്തിൽ ഒരു വചനമുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആദിയും അന്തവുമാണ്. ആ ഒരു വചനം എന്ന് പറയുമ്പോൾ ആദിയിലേക്ക് ലോകം തിരിച്ചു പോകും. ആദ്യത്തെ അവസ്ഥ അവസാനത്തെ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടും. അവസാനത്തെ അവസ്ഥ നീക്കം ചെയ്യപ്പെടും. എന്നിട്ട് 1-ാമത്തെ അവസ്ഥയിലേക്ക് ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തേക്ക് പുനഃസ്ഥാപിക്കും എന്നൊരാശയം അതിനകത്തുള്ളത് കൊണ്ടാണ് ഞാനത് 2-ാമത്തേനകത്ത് ചേർത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി മനസ്സിലാകും. ഇനി പ്രിയപ്പെട്ടവർ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഈ വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം ഒരു നിഗൂഢ വചനമാണ്. അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആസന്ന ഭാവി, ഇത് നമ്മൾ ഈ ആസന്ന ഭാവി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആസന്ന ഭാവിയെക്കുറിച്ച് ഇതിനു മുമ്പ് ആരാണ് പ്രവചിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ഗ്രഹിക്കേണ്ടി വരും. അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആസന്ന ഭാവിയിലേക്ക് വരാൻ. എങ്കിൽ നമുക്ക് ആ ആസന്ന ഭാവിയുടെ സംഭവം എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിലേക്ക് വന്നാലേ നമുക്ക് ആ സംഭവം മനസ്സിലാക്കണം. അവിടെ 14-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ്, പ്രവാചകനിൽ കൂടെ കർത്താവ് എഴുതി വയ്ക്കുകയാണ്, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്തു സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തുടക്ക രഹസ്യം അവിടെയാണ് തുടങ്ങുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഇത് നമ്മൾ എഴുതുന്നത് ക്രിസ്തുവിന് മുമ്പ് 164-167 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ആ 164 എന്ന് പറയുന്നത് അവിടെ നിന്നിങ്ങോട്ട് ഒരു യുഗം പൂർത്തിയാകുമ്പം ഒരു യുഗം വന്നു. അപ്പോൾ അവിടെ ഒരു 1000 വർഷത്തെ ഒരു യുഗത്തിൻ്റെ താമസമുണ്ട്. പിന്നെ ക്രിസ്തുവിന് ശേഷം 2 യുഗം വന്നു. അപ്പോൾ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ദാനിയേൽ പ്രവാചകൻ ഈ വചനം എഴുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും മനസ്സിലാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ അന്ന് തന്നെ ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്, സംഭവം ഇത് ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ 3000 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങളെ 3000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം തൻ്റെ ദാസന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് 1-ാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാലഘട്ടത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഭാവി എന്നാണ് പറയുന്നത്, ഭാവിയിൽ. അപ്പോൾ ഭാവിയിൽ എന്ന് പറയുമ്പോൾ ഒരു സംഭവമുണ്ട്, ഭാവി കാലം വരണമെങ്കിൽ വീണ്ടും നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ യുഗങ്ങൾ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം ഭാവി എന്ന് പറഞ്ഞത്. ഭാവി എന്ന് വരാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ നീളത്തെ ഓർത്താണ് പിതാവായ ദൈവം ഭാവി എന്ന് പറഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം എന്ന് പറയുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് സ്നാപയോഹന്നാന്റെ പ്രസംഗത്തിൽ വചനം കൂടെ എടുത്തു പറയുന്നുണ്ട്. ആ ഭാവി കുറച്ചുകൂടെ, അതായത് ഏകദേശം യോഹന്നാൻ ഒരു യുഗം കൂടെ കഴിഞ്ഞു. ഒരു യുഗം കൂടെ മുന്നോട്ട് കഴിഞ്ഞപ്പോഴാണ് മത്തായിയുടെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങളോട് കൽപ്പിച്ചത് ആരാണ്? അപ്പോൾ അവിടെ വരുമ്പോൾ ഭാവി എന്നല്ല പറയുന്നത്, ആസന്നമായ ഭാവി.
ആസന്നമായ ക്രോധത്തിൽ നിന്ന്. അപ്പോൾ ക്രോധം ആസന്നമായി അടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചതിൽ നിന്നും കുറച്ചുകൂടെ അടുത്തേക്ക് ക്രോധം എത്തിച്ചേർന്നിരിക്കുന്നു. അതായത് കുറച്ചുകൂടെ ക്രോധം അടുത്ത് വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഭാവി കുറച്ചുകൂടെ അടുത്ത് വന്നു. അന്ന് നമ്മൾ ആ കാലഘട്ടത്തെ മനസ്സിലാക്കണം. അതിനൊക്കെ ശേഷമാണ് വീണ്ടും വെളിപാട് ഗ്രന്ഥം എഴുതപ്പെടുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടുന്ന് എഴുതിയ വചനമാണ്, ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. അപ്പോൾ ആ ഭാവി ഇങ്ങോട്ട് പോകുന്നു. ആസന്ന ഭാവി എന്ന് പറഞ്ഞാൽ ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച ആ ആസന്ന ഭാവി, അത് ആ കാലഘട്ടം 2024 എന്ന കാലഘട്ടത്തിലെത്തുമ്പോൾ അത് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. കാരണം അത് പറയാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലാകുന്നത്. അതായത് ദാനിയേൽ പ്രവചന പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം അവിടെ പറയാണ്, ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ്. അതവിടെ വ്യക്തമായിട്ട് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ദാനിയേൽ പ്രവാചകൻ ആ സംഭവത്തെ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു സത്യം മനസ്സിലാകുന്നത്, ഈ അവസാന കാലം എത്തി എന്നുള്ളത് സൂചിപ്പിച്ചത് എഴുതിയത് 3000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ അത് വെളിപാടിലേക്ക് വന്നപ്പോൾ അവസാന കാലത്തിലേക്ക് എത്തി. അപ്പോൾ അവിടെ കാലം എന്നാണ്, അവിടെ ഭാവിയല്ല. ആ ഭാവിയുടെ കാലം, ഭാവി കാലം എത്തപ്പെട്ട ഒരു സ്റ്റേജിലേക്ക് ഇന്ന് 2024 എന്ന കാലഘട്ടം എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ വീണ്ടും നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് എഴുതുന്നൊരു ഭാഗം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുറച്ചുകൂടെ ആ കാലഘട്ടം എവിടം വരെ എത്തിയെന്ന് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അവിടെ എല്ലാം വെളിപ്പെടുത്തലുകൾ, ഈ ഓരോ സംഭവം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത്, ക്രോധത്തിൻ്റെ നിമിഷത്തിൽ, അവസാന ഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാലഘട്ടം പറയുമ്പോഴും ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ എന്താണ്, അത് ആ കാലഘട്ടം എത്തിയെന്നും ഈ ആസന്ന ഭാവിയുടെ കാലഘട്ടം ഇപ്പോൾ തുടങ്ങിയെന്നും ഈ കാലഘട്ടത്തിൻ്റെ രൂപാന്തരീകരണം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കല്ല് എന്ന വസ്തു, ഒരു പാറ എന്ന വസ്തു പൊട്ടിച്ച് നീക്കം ചെയ്യപ്പെട്ട് മറ്റൊരു വസ്തുവായി ഒരു വീടായി മാറിയതുപോലെ ഈ കാലഘട്ടത്തിൽ രൂപാന്തരീകരണം സംഭവിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിനും ഘട്ടം ഘട്ടമായി വന്നപ്പോൾ അത് ദാനിയേൽ പ്രവാചകൻ പറയുന്നത് ഭാവി എന്നാണ് പറഞ്ഞതെങ്കിൽ ആ ഭാവിയിൽ 3 നൂറ്റാണ്ടുകൾ 3 യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ആസന്ന ഭാവിയായി മാറി. എന്നാൽ ആ ഭാവി ആസന്നമായി ആ സംഭവം അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചുകൂടെ വ്യക്തമായിട്ട് കൊണ്ടുവന്ന ഒരു ഘട്ടമുണ്ട് എന്നാണ്. ഒരു പ്രത്യേക ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ആസന്ന ഭാവിയിൽ തന്നെ അതിൽ തന്നെ നിഗൂഢമായിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടം, ഒരു വ്യക്തമായ ഘട്ടം കൂടെ എത്തപ്പെട്ടിരിക്കുന്ന ആ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു പ്രത്യേക പോയിന്റിലേക്ക്, പ്രത്യേക വിഷയത്തിൻ്റെ സംഭവത്തിൻ്റെ ആ ഘടകത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് ചില വാർത്തകൾ കേട്ടത് 3-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു എന്ന് വേണേൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം എന്താണ്, 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണം നമ്മൾ കേൾക്കാൻ തുടങ്ങി. അത് 3-ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ദാനിയേൽ പ്രവാചകൻ ഈ ദർശനം ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദാനിയേൽ പ്രവാചകൻ ബോധം കെട്ട് വീഴുന്നതായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അസ്തപ്രജ്ഞനായി വീഴുകയും അതിനുശേഷം അദ്ദേഹത്തെ ദൈവദൂതന്മാർ വന്ന് സ്പർശിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പനി പിടിച്ച് രോഗാവസ്ഥയിലായെന്നും അതിനുശേഷം 21 ദിവസം അദ്ദേഹം ഉപവസിച്ചു എന്നും അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെ ഗ്രഹിച്ചതെന്നൊക്കെ വിശദീകരണത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ സംഭവം നിനക്ക് ഗ്രഹിക്കാൻ തക്ക വിധം ഭാവിയെ സംബന്ധിക്കുന്ന ദർശനം, ഈ ഭാവിയെ സംബന്ധിക്കുന്നതോട് ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മൂകാവസ്ഥ, നമുക്ക് ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും മൂകാവസ്ഥ തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്കിത് തോന്നുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ തോന്നുന്നു? ദാനിയേൽ പ്രവാചകനോട് ദർശനം കിട്ടിയപ്പോൾ അദ്ദേഹം ഇത്രമാത്രം ഉത്കണ്ഠാകുലനായെങ്കിൽ, അദ്ദേഹം ഇത്രമാത്രം വിഷമിച്ചെങ്കിൽ, അദ്ദേഹം ഇത്രമാത്രം ഉപവാസവും പ്രാർത്ഥനയും എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തപസ് ചെയ്ത് ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ വീണ്ടും ഉത്കണ്ഠപ്പെട്ടെങ്കിൽ
നമ്മെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായ വേദന പോലും നമ്മൾ ഈ ആണവ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന് സഭയ്ക്ക് അങ്ങനത്തെ ഒരു ഉത്കണ്ഠയില്ല, എനിക്ക് അങ്ങനത്തെ ഉത്കണ്ഠയില്ല, ഈ വാർത്ത കേൾക്കുന്ന ആർക്കും ഉത്കണ്ഠയില്ല. ഏത് ക്രോധത്തിൻ്റെ നിമിഷത്തിൽ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ാം വചനത്തിൽ അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങളോട് കൽപ്പിച്ചത് ആരെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആസന്നമായൊരു ക്രോധം, ഈ ക്രോധം എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കോപമല്ല. കോപത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു കോപം വന്നാൽ മാനുഷികമായിട്ട് വന്നാലും അത് നമ്മുടെ തലപ്പത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്ക് വന്നാലും കോപം വന്നാൽ പെട്ടെന്ന് ശമിക്കും, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ കോപം മാറിപ്പോകും, പിന്നെ ഒരു സമനില വരും. എന്നാൽ ക്രോധം എന്ന് പറഞ്ഞത് കോപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ്. കോപിച്ച വ്യക്തി ആ കോപത്തെ പ്രവൃത്തി രൂപത്തിൽ ഈ ഭൂമിയിൽ കൊണ്ടിരുന്നതിനെയാണ് ക്രോധം എന്ന് പറയുന്നത്. ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്തു സംഭവിക്കുന്നുള്ളതാണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഗ്രഹിക്കുവാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടെ നമ്മളൊരു കാര്യമാണ് മനസ്സിലാക്കണം. ഒരു കാര്യത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഞാനൊരു കാര്യം പറയാം, വൈദ്യുതിയിൽ സ്പർശിക്കരുത് എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിലൊരു അറിവുണ്ട്. വൈദ്യുതിയിൽ സ്പർശിച്ചാൽ നമ്മൾ ഷോക്കേറ്റ് മരിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ മനസ്സിൻ്റെ തലവും ശരീരത്തിൻ്റെ തലവും ആത്മാവിൻ്റെ തലവും, അതായത് ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ഒരു കാര്യത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കുന്നതിനെയാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. തൊട്ടാൽ മരിക്കും. അതിൻ്റെ മനുഷ്യൻ്റെ 3 തലവും ആ സംഭവത്തെ അംഗീകരിക്കുകയാണ്. അതിനകത്തൊരു സംശയമില്ല, അതിനകത്തൊരു തർക്കമില്ല. എന്നാൽ ഒരു തീക്കട്ടയിൽ സ്പർശിച്ചാൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തീക്കട്ടയിൽ തൊട്ടാൽ കൈ പൊള്ളുക മാത്രമേ ഉള്ളൂ, അല്ലാതെ മരിക്കുകയല്ല. അത് നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പം പൊള്ളുമെന്ന് മനസ്സും ശരീരം ആത്മാവും സമ്മതിക്കുമെങ്കിലും ഈ 3 തലവും പറയുന്നത് ഈ മരിക്കുമൊന്നുമില്ല, പൊള്ളു മാത്രമേ ഉള്ളൂ എന്നറിയാം. അപ്പോൾ 3 തലവും ഒരു വസ്തുതയെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കുന്നു എന്നാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകനോട് ഇത് നീ ഈ ദർശനം ഗ്രഹിക്കുവാൻ എന്നാണ് പറഞ്ഞത്. ഗ്രഹിക്കുവാൻ. അപ്പോൾ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനെന്നല്ല, ഏതെങ്കിലും വ്യക്തിയിൽ കൂടെ ഈ ലോകത്ത് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ആസന്നമായി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൂടെ ഒറ്റ സെക്കൻഡിൽ ഇത് ശരിയാണെന്ന് ഗ്രഹിക്കുവാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ അടിസ്ഥാന ചോദ്യവും ചിന്തയും. ധാരാളം ഇഷ്ടംപോലെ വൈദികർ അല്ലെ ചില ബ്രദർമാരൊക്കെ യേശുക്രിസ്തുവിൻ്റെ വരവ് ആസന്നമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഭാവിയെ സംബന്ധിച്ചത്. ഭാവി എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുണ്ട് എത്തിച്ചേരാൻ. 2 ആസന്നമായ എന്ന് പറയുന്നു. ആസന്നമായ എന്ന് പറഞ്ഞാൽ ഈ ഭാവി ഒരു പ്രത്യേക സമയത്ത് എത്തപ്പെട്ടു. പിന്നെ കൊരിന്തോസ്കാരത്തിൽ പറയും യുഗങ്ങൾ അന്തിമ ഘട്ടം. അപ്പോൾ എത്തപ്പെട്ട ആസന്നമായ ഭാവിയിൽ തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. ക്രോധത്തിൻ്റെ അവസാനം, അതിന് ദാനിയേൽ 8:18 പറഞ്ഞ ദർശനം, ഈ ദർശനം ആസന്ന കാലത്ത് സംഭവിക്കാനുള്ളതാണ്. 8:19 പറയുമ്പോൾ കാലത്തിൻ്റെ അവസാനത്തിൽ, ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ കാലം ഒരു അവസാനത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ 2 കാര്യം പറഞ്ഞു. ഒന്നൊരു കാലം അവസാനിക്കുന്നു. കാലം എന്ന് പറയുമ്പോൾ അതൊരു യുഗം എന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ആ പീഡകളുടെ ആരംഭം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ട് അവസാനം പറയുകയാണ്, കർത്താവ് പറയാണ്, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണെന്ന് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പം നമുക്കിവിടെ അറിയാം, കാലത്തിൻ്റെ അവസാനത്തിൽ, ക്രോധത്തിൻ്റെ നിമിഷത്തിൽ യുഗം അവസാനിക്കുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വചനത്തിൽ തന്നെ നമുക്ക് ഗ്രഹിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഭാവി എന്ന് പറഞ്ഞപ്പോൾ ആസന്നമായ ഭാവിയിലേക്ക് എത്തണമെങ്കിൽ ഭാവിയുടെ കാലങ്ങൾ 3 യുഗം കടന്നുപോയി. 3000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും 2024 ഇരുന്നുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് നാം എവിടെ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മറ്റൊന്നാണ് യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ. 1 കൊരിന്തോസ് 10:11 യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തും നമുക്കൊരു മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ടാൽ മനസ്സിലാവും, നമ്മളിലാണല്ലോ എന്നല്ല വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്. അത് ശ്രദ്ധിക്കണം. നമ്മളിൽ എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ അന്ന് കൂടിയിരുന്ന ആൾക്കാരോട് പറയാണ്, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മളിലാണല്ലോ വന്നെത്തിരിക്കുന്നത്. പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന, ആ വചനം ശ്രവിക്കുന്ന, പൗലോസ്ലീഹയുടെ വായിൽ നിന്ന് കേൾക്കുന്ന ആ ശബ്ദം, ആ വചനം ശ്രവിക്കുന്ന ആ കാലങ്ങളിലെ ആണല്ലോ ഈ യുഗങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം.
പക്ഷേ എന്നാൽ നമ്മളിൽ നല്ല വന്നിരിക്കുന്നത് നമ്മിൽ എന്നാണ് വന്നിരിക്കുന്നത്. ഈ നമ്മിൽ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? അത് തലമുറയായിട്ട് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തലമുറയായിട്ട് ഈ ആണവ ആയുധങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലം എവിടെ എത്തി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മിലാണല്ലോ എന്ന് പറയുമ്പോൾ 2024 ഈ ക്ലാസ് കേൾക്കുമ്പോൾ എന്നിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ള ആരെങ്കിലും നിന്നോ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാലഘട്ടം അടുത്തു എന്ന് പറയുമ്പോൾ നമ്മിൽ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിയിൽ എന്നാണ് അർത്ഥം. അതാണ് അതിൻ്റെ നിഗൂഢ രഹസ്യം. അത് മനസ്സിലാക്കി കൊണ്ടുവേണം. ഇപ്പോൾ ഉദാഹരണത്തിന് 2024 നവംബർ മാസത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മിൽ കേൾക്കുന്ന വ്യക്തിയിൽ ഇത് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ശരി. അപ്പം ഇങ്ങനെ കാലഘട്ടത്തെ രൂപാന്തരപ്പെടുത്തി പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ പശ്ചാത്തലം മനസ്സിലാകുന്നത്. ഈ പശ്ചാത്തലത്തെ ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വചനത്തെ ഗ്രഹിക്കുമ്പോഴാണ് ഇത് എത്രയും ഭയാനകവും അപകടകരവുമായ സംഭവമാണല്ലോ എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ വന്ന് എത്തപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരുവാനും കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിത് എങ്ങനെ ക്രമീകരിച്ചെടുക്കണം, നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിച്ചെടുക്കണം, ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ ക്രമീകരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഏത് രീതിയിൽ നമ്മളെ ബാധിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റേതായ ആ പശ്ചാത്തലത്തെ മനസ്സിലാക്കിക്കൊണ്ടുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തെ വിവേചിക്കുമ്പോൾ ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 3:7 പറഞ്ഞ അണലി സന്തതികളെ എന്നൊരു വിളിയുണ്ട്. അത് ഞാനൊരു മുൻ ക്ലാസ്സിൽ പറഞ്ഞ അണലി സന്തതികളെ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ മക്കളെ എന്നതിൻ്റെ അർത്ഥം പെട്ടെന്നുള്ള അർത്ഥം. അതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വ്യഭിചാര സന്തതികളെ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേറൊരു നിഗൂഢ രഹസ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാൻ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതിനകത്ത് ഇന്ന് ഒരു വാർത്ത കേട്ടപ്പോൾ നമുക്കറിയാം, സ്വിറ്റ്സർലൻഡ് എന്ന ഒരു രാഷ്ട്രത്തിൽ കുമ്പസാരിക്കുന്നത് AI റോബോട്ട് എന്ന യേശുക്രിസ്തുവിൻ്റെ രൂപം കാണിച്ചുകൊണ്ട് ഒരു AI റോബോട്ട് അപ്പുറത്തിരിക്കുന്നു, ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ കുമ്പസാരിക്കുന്നു അങ്ങോട്ട്. അപ്പോൾ ഒരു യന്ത്രത്തോട്, ഒരു റോബോട്ടിനോട് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ സ്നാപയോഹന്നാൻ പറഞ്ഞ അണലി സന്തതികളെ, ഇപ്പം നമുക്ക് ആ പശ്ചാത്തലം മനസ്സിലാവും. അതായത് ഒരു 500 വർഷം മുമ്പോ 1000 വർഷം മുമ്പോ ആണ് ഈ വചനം എടുത്ത് വായിക്കുന്നെങ്കിൽ ഇത് ആരോടാണ് പറഞ്ഞ, ആരാണ് ഈ അണലി സന്തതികൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കുംഭസാരം എന്ന ആ അടിസ്ഥാന വിശുദ്ധിയുടെ ചില മാർഗങ്ങൾ, അത് കൗദാശിക തലം എന്ന് നമുക്ക് പറയാം, കൂദാശ നമുക്ക് പറയാം. അത് കത്തോലിക്ക സഭയുടെയും ക്രിസ്ത്യാനികളുടെയും ഏറ്റവും പരമപ്രധാനമായ ഒരു കൂദാശയാണ്, ഒരു ആത്മീയ പ്രവൃത്തിയാണ്, ഒരു വളരെ വിശുദ്ധമായൊരു പ്രക്രിയയാണ് ഈ കൂദാശ. മനുഷ്യൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ പൈശാചിക തിന്മകളെയും പാപത്തെയും അതിൻ്റെ തിന്മയും ഒക്കെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ തക്കവിധം കർത്താവ് മനുഷ്യൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു ഇത്. എന്നാൽ അതിനെ എത്രമാത്രം കൊച്ചാക്കിയും കളിയാക്കിയും മോശമാക്കിയും തകർത്തും ഒരു യന്ത്രത്തോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യ ഇതിൽ കൂടുതലിനെ അധംപതിക്കാൻ. അപ്പോൾ അണലി സന്തതികളെന്ന് യോഹന്നാൻ മാനുഷിക ഭാഷയെക്കുറിച്ച് മാന്യമായ ഭാഷയിൽ സംസാരിച്ചെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ സ്ഥാനത്ത് മറ്റെന്തെങ്കിലുമാണ് വിളിക്കേണ്ടത്. പക്ഷേ നമുക്കത് അങ്ങനെ വിളിക്കാൻ നമ്മുടെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് നമ്മളത് അങ്ങനെ വിളിക്കുന്നില്ല. പക്ഷേ ആ പറഞ്ഞതിന് പാമ്പിൻ്റെ മക്കളെ എന്ന് പറഞ്ഞതിൻ്റെ സത്യം ഇതാണ്: വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും തിരിച്ചറിയാതെ ഇന്ന് ആധുനിക ലോകം അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും പടുകുഴിയിലേക്ക് തകർക്കപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞ ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെപ്പറ്റി വ്യക്തമായ ഭാഷയിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ച വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന അവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തു വഴി തന്ന വെളിപാട്. അപ്പോൾ ഈ ആസന്ന ഭാവി എത്തി, ഇവങ്ങളുടെ അന്തിമഘട്ടവും നമ്മളിലെത്തി. ഇപ്പം അണലി സന്തതികൾ എന്ന് വിളിക്കുന്ന ആ കാലഘട്ടവും എത്തി. വിശ്വാസത്തെ, വിശുദ്ധിയെ, ക്രിസ്തുവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നതിന് പകരം യന്ത്രങ്ങളെ ആശ്രയിക്കുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന യുഗത്തിലേക്ക് നമ്മൾ അധംപതിച്ചെങ്കിൽ ഇനി അതിൻ്റെ ആ ആസന്നമായ ക്രോധത്തിൻ്റെ നിമിഷമാണ്. ആ ക്രോധത്തിൻ്റെ നിമിഷം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്തു സംഭവിക്കുന്നു ചോദിച്ചാൽ
അത് തീമഴയാണ്, അഗ്നിപ്രളയം. അതാണ് മൂന്നാം ലോക മഹായുദ്ധം. നമ്മുടെ മാനുഷിക ഭാഷ, ഇന്നത്തെ ഒരു മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധം പറയും. പക്ഷെ ദൈവിക ഭാഷയിൽ അത് പറയുമ്പോൾ ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്നാണ്. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ക്രോധമാണ്, മനുഷ്യൻ്റെ ക്രോധമല്ല. വ്ളാഡിമിർ പുടിന് യൂറോപ്പിനോടോ അമേരിക്കയോടുള്ള ക്രോധമല്ല, അമേരിക്കയ്ക്ക് റഷ്യൻ രാഷ്ട്രത്തിൽ ഉള്ള കോപമോ ക്രോധമല്ല. അത് ദൈവിക ഭാഷയിൽ പറയുമ്പോൾ ഇപ്പോൾ റഷ്യക്കാർക്ക് യൂറോപ്പുകാരോട് കോപമാണ്ടാകുന്നത്, അത് ക്രോധമല്ല. അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് തോന്നിയാൽ ഇത് കോപമാണ്ടാകുന്നത്, കോപം പൂണ്ട് കലി പൂണ്ട് പുറപ്പെട്ടു എന്ന് പറയുന്നത്. പിന്നെ പുടിൻ കോപിഷ്ഠനാണ്, അല്ലെങ്കിൽ ബൈഡൻ കോപിഷ്ഠനാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കോപമാണ്. എന്നാൽ ക്രോധം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ക്രോധം, ദൈവക്രോധത്തെയാണ് ഇവിടെ ക്രോധം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തന്നെ ഈ ആണവ അഗ്നിയെ എടുത്തുകൊണ്ട് ലോകത്തിലേക്ക് ഇങ്ങനെ ക്രോധമുള്ളവരിലേക്ക് പരസ്പരം ഇട്ടുകൊണ്ട് അവരെ തകർത്ത് കത്തിച്ചു കളയുമെന്ന് വിശുദ്ധത്തിൽ കർത്താവ് എഴുതി വെച്ചിരുന്നു. അതുകൊണ്ടാണ് ആസന്ന ഭാവി. ആ ആസന്ന ഭാവി വെളിപാട് 1:1 ആസന്ന ഭാവി എന്ന് പറയുന്ന ആ ഭാവിയുടെ ഘട്ടത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ദാനിയേൽ പ്രവാചകൻ 3 യുഗങ്ങൾക്ക് മുമ്പ്, 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് കേട്ടപ്പോൾ വളരെയേറെ അസ്വസ്ഥനാവുകയും അദ്ദേഹം തളർന്നു വീഴുകയും പനി ബാധിച്ച് ദിവസങ്ങളോളം അദ്ദേഹം ഇരിക്കുകയും 21 ദിവസം ഉപവാസവും പ്രാർത്ഥനയുമായിട്ടിരിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് വ്യസനിച്ചതും ദുഃഖിച്ചതും അസ്വസ്ഥപ്പെട്ടതും നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആധുനിക ലോകത്തിന് നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നുന്നതിന് പകരം നമുക്ക് എന്താണ് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ? അതിനാണ് ഒരുക്കം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുക്കം എങ്ങനെ ഒരുക്കണമെന്ന് വിശുദ്ധഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്ലാസ്സുകളുടെയും ശരാശരി എല്ലാ ക്ലാസ്സുകളുടെ അവസാനത്തിൽ ഞാൻ വെളിപാട് 22:14 പറയുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഒരുക്കം ഇന്ന് ഈ ആധുനിക ലോകത്തിന് താല്പര്യമില്ല. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ക്ലാസ്സിനും താല്പര്യമില്ല, അത് കേൾക്കുവാൻ താല്പര്യമില്ല. ക്രിസ്തു എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രിയ സഹോദരരെ, ചില വ്യക്തികളോട് ചോദിക്കുന്നത്, യേശു ക്രിസ്തു ഇപ്പോൾ ഇങ്ങോട്ട് എന്തിനാണ് വരുന്നത്? ഞങ്ങളൊരു വാർക്കവീടൊക്കെ പണിത് ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, സുഖമായിട്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ തള്ളിക്കളയുന്നു. ചേട്ടൻ അതൊന്നും പറയണ്ട, പ്രധാനം ഒന്നും പറയണ്ട, അത് പുള്ളി വരികയോ വരാതിരിക്കുകയോട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന ഘടകമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ നൽകുക. എന്നാൽ ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടി ദാനിയേൽ പ്രവാചകനെ ഏൽപ്പിച്ചപ്പം ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യത്തെ വൈദ്യുതി സ്പർശിച്ചാൽ നീ മരിക്കും, ഒറ്റ സെക്കൻഡ് മരിക്കും നമ്മൾ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഇന്ന് നമ്മളിത് ഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഗ്രഹിക്കുകയാണോ ചെയ്യുന്നത്? മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത്? കേൾക്കുകയാണോ ചെയ്യുന്നത്? അതൊരു കൊട്ടത്താപ്പനെ കേട്ട് തള്ളിപിടിക്കുകയാണോ ചെയ്യുന്നത്? അത് പ്രിയ സഹോദരൻ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലെ എല്ലാ വചനങ്ങളിലും ദൈവം ഓരോ നിഗൂഢ രഹസ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ തുറന്ന് കണ്ട് നമ്മൾ അതിനകത്തെ ആശയത്തെ, ആ നിഗൂഢ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്ത് വളരെ വലിയ ഒരു നിഗൂഢ രഹസ്യം കൂടെ കർത്താവ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഗ്രഹിക്കണം, ഇതിനോട് ചേർത്ത് വെച്ച് ഗ്രഹിക്കണം. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, മെനെ മെനെ തെക്കേൽ പാർസീൻ. ഇതാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതാണ്. മെനെ എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. മെനെ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിന് ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെഖേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ഇതൊരു നിഗൂഢ വചനമാണ്. ഈ നിഗൂഢ വചനത്തെ ഈ ആസന്ന ഭാവിയിൽ യുഗം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ ഞാനിപ്പോൾ എടുത്തു പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, മെനെ തെക്കേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം നിന്റെ രാജ്യത്തിന് നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു പറയുമ്പോൾ നമ്മളതിനെ 2024 ഇരുന്നുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കണം? അതിനകത്ത് 2 രഹസ്യങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. ഒന്ന് നിന്റെ രാജ്യത്തിൻ്റെ, ഒന്ന് ദൈവരാജ്യത്തിൻ്റെ രാജ്യവും മറ്റൊന്ന് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യവുമാണ്. അതായത് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്തെന്നാൽ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞ് യോഹന്നാൻ സുവിശേഷം പ്രസംഗിച്ചു വന്നപ്പോൾ, മരുഭൂമിയിൽ നിന്നും ജെറുസലേമിൻ്റെ അടുത്തേക്ക് പ്രസംഗിച്ചു വന്നപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ അതിനുശേഷം
യേശു ക്രിസ്തു വന്നപ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നതാണ് ഭൂമിയിൽ യേശുവിനോട് കൂടിയുള്ള ഈ ജീവിതം. അതാണ് കൗദാശിക തലങ്ങളിൽ സഭയോട് ചേർന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെട്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സഭാജീവിതമാണ് ഇന്നത്തെ ശരിയായിട്ടുള്ള രീതി ചിന്തിക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമല്ല, പ്രത്യേകത നീതിയും സമാധാനവുമാണ് എന്നൊരു വചനമുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ വേറെ ക്ലാസ്സിൽ ഇട്ട് തരാം, കാരണം വെച്ചാൽ അത് ഒരു മണിക്കൂർ എടുക്കേണ്ട ക്ലാസ്സാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ദൈവരാജ്യത്തിലാണോ എന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. മറ്റൊന്നാണ് സ്വർഗരാജ്യം. അപ്പോൾ ഇവിടെ രണ്ട് രാജ്യമൊന്ന്, ഒന്ന് ദൈവരാജ്യത്തിലാണോ എന്നുള്ളതും മറ്റൊന്ന് മരണശേഷം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം നമ്മൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ദൈവരാജ്യം എന്ന സത്യത്തിൽ നമ്മൾ ആഴപ്പെട്ടിട്ടില്ലെന്നും അതിൽ അംഗമായി ചേർന്നിട്ടില്ലെന്നും അത് നമ്മൾ വെറും കേട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കാൻ തക്കവിധമാണ് ഇന്ന് ഈ മനുഷ്യൻ്റെയും സഭയുടെയും ലോകത്തിൻ്റെയും എല്ലാം പോക്ക്. അപ്പോൾ ദൈവരാജ്യത്തെ പോലും നമ്മൾ സ്വീകരിക്കാതെ ഈ ലോകരാജ്യത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് എന്ന് ഈശോ പറഞ്ഞത്, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുകയും. ദൈവരാജ്യത്തിൽ ജീവിക്കൽ ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. അപ്പോൾ ദൈവരാജ്യം നീതി നമ്മളിലുണ്ടോ? സമ്പത്തിൻ്റെ പുറകെ നമ്മൾ ഓടുമ്പോൾ, വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ ഓടുമ്പോൾ, അതിൻ്റെ സമ്പത്തിനെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു പ്രമാണലംഘനം നടക്കുന്നുണ്ട്. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ സമ്പത്തിനെ മോഹിക്കരുത്. ഇതിൻ്റെ ഒന്നും പിന്നാലെ നിങ്ങൾ ഈ ലോകത്തിലെ ജഡമോഹത്തിൻ്റെ പുറകെ പോകരുത് എന്ന് പറയുമ്പോൾ ഇവിടെ നിൻ്റെ രാജ്യത്തിൻ്റെ നാളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലോകരാജ്യത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു. അത് പറയാൻ വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ ഏറ്റവും പറഞ്ഞത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിദേശ ജോലിയും വലിയ സമ്പത്തും വലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും IELTS OLTS അതുകൊണ്ട് തന്നെ വെച്ചിരുന്ന എല്ലാ സംവിധാനങ്ങൾ, നേഴ്സിംഗ് കോളേജുകൾ, അങ്ങനെയുള്ള കോളേജ് സംവിധാനങ്ങൾ, ഇതെല്ലാം ആത്യന്തികമായി നമ്മൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്? സമ്പത്തിൻ്റെ അടിസ്ഥാനം. പണം, ആ പണത്തിൻ്റെ ആഠ്യത്വം, അതിൻ്റെ സുഖജീവിതം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ, സാമ്പത്തിക പുരോഗതിയുടെ മൂർധന്യാവസ്ഥയിൽ ജീവിക്കുന്ന പറയുമ്പോൾ ലോകരാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, എന്താ കർത്താവ് പറയുന്നത്? മെനേ ദൈവം നിൻ്റെ രാജ്യത്തിന് നാളുകൾ എണ്ണപ്പെട്ടു. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങൾ, ഈ എണ്ണപ്പെട്ട ദിനങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ കുറേ ആളുകൾ അമേരിക്കയിലുണ്ട്, ധാരാളം ആളുകൾ, ഇന്ത്യയിലെ ധാരാളം മലയാളികളും അത് ക്രിസ്ത്യാനികളും ഇന്ത്യക്കാരും ഒക്കെ അമേരിക്കയിലുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ട്രംപൊക്കെ അധികാരത്തിൽ വന്നിട്ട് അവിടുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പുറത്താക്കിയാൽ അവിടുത്തെ ലോകരാജ്യത്തിൽ, അതായത് ഈ സമ്പത്തിൻ്റെ പുറകെ പോയ നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മളിങ്ങനെ വചനം എടുത്തു വെച്ച് ഈ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഒരു 500-1000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ 2024 കാലഘട്ടം മനസ്സിലാക്കുമ്പോൾ ഈ പശ്ചാത്തലം ഒരുക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത്. ആസന്ന ഭാവിയിൽ നമ്മുടെ ഈ ലോകരാജ്യത്തിൽ കൂടെയുള്ള നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിലുമല്ല, ദൈവരാജ്യത്തിൽ ജീവിച്ചാലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഭൂമിയിൽ യേശുവിനോട് ചേർന്ന് മാത്രമുള്ള ജീവിതമാണ് ദൈവരാജ്യം. പക്ഷേ ദൈവരാജ്യത്തിൽ നമ്മൾ ലോകരാജ്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജഡവും ജഡത്തോട് ചേർന്ന് വരുന്ന സമ്പത്ത്, അതിൻ്റെ ആഠ്യത്വം, അതിൻ്റെ ആനന്ദം, അതിൻ്റെ സന്തോഷ ജീവിതം, അതിൻ്റെ സുഖലോലുപത, അതിൻ്റെ ആനന്ദം, വസ്ത്ര സംവിധാനത്തിലെ അപാകതകൾ, നമ്മുടെ സംസാരശൈലിയുടെ അപാകതകൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണിൻ്റെ, കാതിൻ്റെ, കാഴ്ചയുടെ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൻ്റെ ക്രമീകരണത്തിൻ്റെ വ്യത്യാസം, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, മറുഭാഷാ വിദ്യാഭ്യാസം, ഇതെല്ലാം ലോകരാജ്യത്തിൽ ആയിരിക്കുമ്പോൾ കർത്താവിടെ പറയാണ്, നിൻ്റെ ലോകരാജ്യത്തിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് വ്യക്തമായ ഭാഷയിൽ കർത്താവ് ഇപ്പോൾ പറയുകയാണ്. അത് എഴുതി വെച്ചത് നമുക്കറിയാം ക്രിസ്തുവിന് മുമ്പ് 167 എഴുതി വെച്ചാണ്. അപ്പോൾ ഇപ്പോൾ കർത്താവ് പറയാണ്, നിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു. ഇവിടെ ആ ലിഖിതം മെനെ തെഖേൽ പാർസീൻ. ഇതാണ് അർത്ഥം. മെനെ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നിൻ്റെ രാജ്യത്തിന് എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് കർത്താവുണ്ട്. ഇനി ചുരുങ്ങിയ കാലഘട്ടങ്ങളെ നിൻ്റെ ഈ ലോക ജീവിതത്തിനുള്ളൂ. ജഡജീവിതത്തിന് നിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു. അത് വ്യക്തമായിട്ട് പറയാണ്. നാളുകൾ എണ്ണുകയും
അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എത്ര ദിവസങ്ങളുണ്ട്, എത്ര മാസങ്ങളുണ്ട്, എത്ര വർഷങ്ങളുണ്ട് നീ ഈ ലോകരാജ്യത്തുള്ള ജീവിതം എന്ന് ഉള്ളത് കർത്താവ് എണ്ണുകയും അത് കുറിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ നിർണായകമായ കർത്താവിൻ്റെ വെളിപ്പെടുത്തലാണ്. അതാണ് വെളിപാട് 1-ാം അധ്യായം 1-ാം വചനം. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ ഈ ആസന്ന ഭാവിയിൽ നമ്മൾ എത്തപ്പെട്ടു. ആ എത്തപ്പെട്ട കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയല്ല ഒരുങ്ങുന്നത്. ഇവിടെ നമ്മൾ വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങണം. വിദേശത്ത് എങ്ങനെയും കയറി കൂടണം, വിദേശത്ത് എങ്ങനെയും ഒരു വീട് സമ്പാദിക്കണം, അവിടുത്തെ പൗരത്വം വേണം. അതുകൊണ്ട് പറയണം, കർത്താവ് പറയണം, നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് ചുരുങ്ങിയ കാലമേ നിന്റെ ഈ വിദേശ ജോലിയും സമ്പാദ്യവും സമ്പത്തും അതിൻ്റെ ആഢ്യത്വവും ആഡംബരമായിട്ട് പോകുന്ന നിന്റെ നാളുകൾ എണ്ണപ്പെട്ടത് കർത്താവ് പറയണം, കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെഖേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. എന്താണ് ഈ തുലാസ്? തുലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കറിയാം അരി സാധനമൊക്കെ മേടിക്കുമ്പോൾ തുലാശയെ കയറ്റി വെച്ച് 10 കിലോ അരി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇന്നത്തെ കണ്ടീഷനാണെങ്കിൽ ഇലക്ട്രോണിക് തുലാശികളാണ്. അങ്ങ് വെച്ച് കഴിയുമ്പം 8 കിലോ 800 ഗ്രാം അകത്ത് എഴുതി കാണിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതേപോലെ തുലാശിൽ നിന്നെ തൂക്കി എന്ന് പറയുമ്പോൾ നിന്റെ വിശുദ്ധിയുടെ അളവ് ഞാൻ തൂക്കി വെച്ചിട്ടുണ്ട്. തുലാശിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. എന്നെ തൂക്കിയപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യരെല്ലാം, ഈ ലോകത്തിലെ ജഡമോഹത്തിന് പുറകെ പോകുന്ന വ്യക്തികളെല്ലാം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്ത മനുഷ്യരെയെല്ലാം, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കോതം വിശുദ്ധി കൊണ്ട് നിറയാത്ത മനുഷ്യരെയെല്ലാം ഈ ലോകത്ത് കുറവുള്ളവനായി ഞാൻ കണ്ടിരിക്കുന്നു. കാരണം നിന്നെ ഞാൻ തുലാശിൽ തൂക്കിയിരിക്കുന്നു. കർത്താവിനെ ദിവസങ്ങൾ എണ്ണി വെച്ചു, പിന്നെ നിന്നെ തൂക്കിയും വെച്ചിട്ടുണ്ട്. നിന്റെ വിശുദ്ധിയുടെ അളവ്, നിന്റെ വസ്ത്രത്തിൻ്റെ ധാരണം, നിന്റെ കണ്ണിൻ്റെ ആനന്ദം, നിന്റെ ശരീരത്തിൻ്റെ ആനന്ദം, നിന്റെ കേൾവിയുടെ ആനന്ദം, അതിൻ്റെ എത്രമാത്രം നിന്നിൽ വിശുദ്ധി ഉണ്ടെന്ന് സർവശക്തനായ യേശു ക്രിസ്തു, ഇന്നത്തെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് കണ്ടു തൂക്കി വെച്ചിട്ടുണ്ടെന്ന് കർത്താവ് പറഞ്ഞത്. തുലാശിൽ തൂക്കി കൊള്ളുവാനായി കണ്ടിരിക്കുന്നു. പെരേസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? നിന്റെ രാജ്യം വിഭജിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒന്ന് ദൈവരാജ്യം, മറ്റൊന്ന് സ്വർഗരാജ്യം. ദൈവരാജ്യത്തിൽ ഈ ഭൂമിയിൽ യേശുവിനോട് കൂടെ ജീവിച്ച് വിശുദ്ധിയോട് ജീവിച്ചിരിക്കുന്നവർക്ക് ആ രാജ്യം വിഭജിച്ചില്ല. ആ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മളെ വിഭജിക്കുകയോ അതിൽ നിന്ന് നശിപ്പിക്കുകയോ അതിൽ നിന്ന് വിട്ടുകയോ സമ്മതിക്കുകയോ ചെയ്യില്ലാതെ കർത്താവ് അതിൽ നിന്ന് ആ ദൈവരാജ്യത്തിനെടുത്ത് സ്വർഗരാജ്യത്തിലേക്ക് മാറ്റപ്പെടുന്ന വിശുദ്ധിയുടെ അളവും സത്യവുമാണ് നമ്മൾ മരിച്ചാലും നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ഇത് വിഭജിക്കുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് വിഭജിക്കുന്നത്? നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു, നിന്നെ തുലാശിൽ തൂക്കിയപ്പോൾ വിശുദ്ധി എന്ന സാധനം ഒരു അല്പം പോലും ഇല്ല. അത് സഭയിലില്ല, എന്നിലില്ല, നിങ്ങളിലില്ല, ലോകത്തില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും വിശുദ്ധിയുടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടുതൽ വിശുദ്ധിയുടെ അളവ് നഷ്ടപ്പെട്ടിരിക്കുന്നതിനാൽ നിന്റെ രാജ്യം വിഭജിച്ച് എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ വിധിക്കുന്നു എന്നാണ് അർത്ഥം. വിധിച്ച്, ഒന്ന് പേർഷ്യക്കാർക്ക്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പേർഷ്യ ഏതാണ്? ഇറാനാണ്. പേർഷ്യക്കാർക്കും മേദ്യക്കാർക്കും എന്ന് പറഞ്ഞാൽ, ഈ മേദ്യക്കാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ റഷ്യയുടെ പശ്ചാത്തലങ്ങൾ അഥവാ ഈ ഇറാൻകാരോട് ചേർന്ന് നിൽക്കുന്ന മറ്റു രാഷ്ട്രങ്ങൾ അവർക്ക് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഈ പറയുന്ന ആദ്യത്തെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരെ ഇതുപോലെ വിഭജിക്കും എന്ന് കർത്താവ് നേരെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്നാൽ അത് എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ കാര്യത്തെ മാത്രം ചെയ്യുമ്പോൾ എന്നെ വിഭജിക്കും, എന്നെ വിധിക്കുമ്പോൾ എൻ്റെ വിശ്വാസവും വിശുദ്ധിയും കുറവായതുകൊണ്ടും ഇല്ലാത്തതുകൊണ്ടും എൻ്റെ ശരീരത്തെ പാതാളത്തിലേക്ക് വിട്ടുകൊടുക്കും. പിന്നെ എൻ്റെ മനസ്സും ആത്മാവും നിത്യപീഡയ്ക്കായിട്ട് വേദനയ്ക്കും വിട്ടുകൊടുക്കും. നിൻ്റെ ആത്മാവിനെയും ശരീരത്തെ ഞാൻ വിഭജിക്കും, നിൻ്റെ വിശ്വാസത്തെയും വിശുദ്ധിയും ഞാൻ വിഭജിക്കും, അത് നശിപ്പിക്കും നിന്നെ. എന്നിട്ട് ഞാൻ നിത്യപാതാളത്തിലേക്ക് വിട്ടുകൊടുക്കുന്നവരെ പേർഷ്യക്കാർക്ക് കൊടുക്കുമ്പം ഇറാനിലേക്ക് നാട് കടത്തപ്പെട്ട അവിടെ ഒരാൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഇപ്പം മാനുഷ്യ ഭാഷ ചിന്തിച്ചാൽ മതി, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ വിഭജിക്കും. കാരണം നിന്നിൽ ഇതൊന്നുമില്ല, നിനക്ക് ദൈവരാജ്യമല്ല, നിന്നെ തുലാശി തൂക്കിയപ്പോൾ അതിനകത്ത് വിശ്വാസത്തിന് വിശുദ്ധിയുടെ അളവ് അല്പം പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആസന്ന ഭാവി, ഇനി നമുക്ക് തിരിച്ച് എങ്ങോട്ട് വരാം? വെളിപാട് 1-ാമത്തിലേക്ക് വീണ്ടും വരാം പ്രിയപ്പെട്ടവരെ. അവിടെ വരുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വെളിപാടിലേക്ക്. വെളിപാട് 1-ാം അധ്യായം 1-ാം തിരുവചനം, ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തു വഴി നൽകിയ വെളിപാട്. ഇവിടെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു വഴി യോഹന്നാനോട് സംസാരിച്ചത് ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവ താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നിന്ന യോഹന്നാൻ സാക്ഷ്യത്തോടെ അത് എടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ 1-ാം അധ്യായം
അതിനെ 12-ാം തിരുവചനത്തേക്കൊന്ന് മനസ്സിലാക്കണം. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. അപ്പം ഇവിടെ ഒരു നിഗൂഢ രഹസ്യത്തെ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം യോഹന്നാൻ അത് ഇതിൻ്റെ പ്രാരംഭമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എന്ന മനുഷ്യൻ എവിടെയായിരുന്നു മനസ്സിലാക്കിയത്? ഏഷ്യാമനിലെ ക്രൈസ്തവ സമൂഹങ്ങളായിരുന്ന പ്രധാനമായും അതിന് സംബന്ധിച്ച അക്കാരണത്തിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടുന്ന അവസരത്തിൽ അവിടുത്തെ 7 സഭകളെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥവും പ്രസക്തിയും ലക്ഷ്യവും അനുസരിച്ച് യോഹന്നാന് ലഭിച്ച വെളിപാട്. അതിനകത്ത് യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന കാലത്ത് അതിരൂക്ഷമായ മതമാറ്റമുണ്ടായിരുന്നു. അങ്ങനെ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു എന്നുമാണ് വിശദീകരണത്തിൽ അതിൻ്റെ ആമുഖമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആമുഖമായിട്ട് കടത്തപ്പെട്ട സമയത്ത് അദ്ദേഹം പത്മോസ് എന്ന ദ്വീപിൽ ഭക്ഷണമില്ല, അവിടെ ആഹാരമില്ല, വസ്ത്രമില്ല, വീടില്ല, ബന്ധുക്കളില്ല, സ്വന്തക്കളില്ല, ആരുമില്ല. മരണത്തെ മുന്നേ കണ്ടുകൊണ്ട് മരണം മാത്രം ലക്ഷ്യം, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മരിക്കും എന്ന സത്യം ബോധ്യം വന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ താൻ കണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തൊട്ടു നോക്കിയ യേശു ക്രിസ്തു 3 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച എൻ്റെ ഈശോ, എൻ്റെ മരിച്ചാലും എന്നെ നിത്യത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ചും ചിന്തിച്ചും പഠിച്ചും പര്യാകുലനായും പ്രാർത്ഥനാപൂർവ്വം ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ ഈ യോഹന്നാൻ പുറകുവശത്തുനിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി എന്നാണ് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനർത്ഥം എന്താണ്? ഇത് സത്യമായും ഈ യോഹന്നാന് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് തന്നെ സംസാരിച്ചു എന്നർത്ഥം. തിരിഞ്ഞു നോക്കിയെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മനുഷ്യ ശരീരം മുഖം പുറകോട്ട് തിരിയുക എന്ന് പറഞ്ഞാൽ ആ ശബ്ദം കേട്ടേക്കെടുത്ത് നോക്കി എന്നാണ് അർത്ഥം. അപ്പോൾ തിരിഞ്ഞു നോക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹം ശരീരത്തെ ചലിപ്പിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്നാണ് അർത്ഥം. അപ്പോൾ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് വെളിപാട് ഗ്രന്ഥം. അതാണ് നമ്മൾ. അപ്പം നേരിട്ട് കണ്ട് ദൈവം യേശുക്രിസ്തു വഴി യോഹന്നാനോട് സംസാരിച്ച കാര്യങ്ങൾ, എഴുതി വെച്ച കാര്യങ്ങളാണ് ഈ വെളിപാട് ഗ്രന്ഥം. അതുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുകയോ പഠിക്കുകയോ കേൾക്കുകയോ വചനം കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇത് നമ്മൾ നിശ്ചയമായിട്ടും വിശ്വസിച്ച് 100% വിശ്വസിച്ച് അത് ഗ്രഹിക്കണം. ഒറ്റ സെക്കൻഡ് ഇതൊക്കെ സത്യമാണെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് രക്ഷപ്പെടും. ഈ വചനം ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇതെല്ലാം കുറേ വിഡ്ഢിത്തം കലർന്നാണ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തോന്നലുകളിൽ സംസാരിച്ചാണ്, അങ്ങനെ ചില കമൻറ്റുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ തോന്നലുകളിൽ നിന്നാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്, സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ നേരായിട്ട് പഠിപ്പിക്കുന്ന ഒത്തിരി കമൻറ്റുകൾ വരുന്നുണ്ട്. വന്നോട്ടെ, കമൻറ്റുകളൊക്കെ വന്നോട്ടെ, അതൊന്നുമല്ല പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് സത്യമാണ്, ഇത് യേശു ക്രിസ്തു നേരിട്ട് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് ഈ നമ്മൾ കേൾക്കുന്നത്, അത് സത്യവും സത്യത്തിൻ്റെ സത്യവുമാണെന്ന് ഒറ്റ സെക്കൻഡ് മനസ്സിലാക്കുന്നതിനെ ഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് രൂപാന്തരം, യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ആത്മാവ് മരിച്ചാൽ മരിക്കട്ടെ വിചാരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ കണ്ടു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മനുഷ്യ ശരീരം ഉപയോഗിച്ചുകൊണ്ട്, അത് ദർശനമല്ല, നേരിട്ട് കാണുകയാണ്. അത് പ്രത്യക്ഷപ്പെട്ടു കർത്താവ് യോഹന്നാന് മുമ്പിൽ. അങ്ങനെ ദീപപീഠങ്ങൾ കണ്ടുവെന്നും ഇത് സത്യമാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത്രമാത്രം. അപ്പോൾ എന്നെ ആത്മശോധന ചെയ്യാൻ നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. പണ്ടത്തെ കാലത്ത് മനോരാജ്യം എന്ന് പറഞ്ഞൊരു വീക്കിലി ഉണ്ടായിരുന്നു, മനോരാജ്യം. പിന്നെ മംഗളം, ജനനി, വനിത, സുനന്ദ, അങ്ങനെ കുറേ പൈങ്കിളി സാഹിത്യങ്ങളൊക്കെ പണ്ട് ഈ വീക്കിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത് മനോരാജ്യം പറഞ്ഞിട്ടൊരു വീക്കിലി പണ്ട് ഞാൻ കണ്ടതും വായിച്ചു തുടങ്ങി ചെറുപ്പത്തിൽ, ഒരു 10-12 വയസ്സൊക്കെ ഉള്ള കാലത്ത്. അപ്പോൾ കർത്താവ് പറയാണ്, ദൈവം നിൻ്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണി. അപ്പോൾ ഞാൻ അതൊക്കെ വായിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ രാജ്യം ഏത് കാലഘട്ടം എവിടെയായിരുന്നു? ഈ മനോരാജ്യത്തിലായിരുന്നു. ഈ ലോകത്തിലെ മനോരാജ്യം നമ്മൾ കണ്ട് വായിച്ച് എൻ്റെ മനസ്സ് ശരീരം മുഴുവൻ ഏത് രാജ്യത്തിലായിരുന്നു? ഈ മനോരാജ്യത്തിൽ, ഈ ലോകത്ത്. അത് എൻ്റെ ആത്മാവും മനസ്സും എവിടെയാണ്? ഏത് രാജ്യത്താണ്? ലോകരാജ്യത്തിലാണോ, അതായത് ജഡമോഹത്തിലാണോ, അതോ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിലാണോ? ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം യേശുവിനെ കൂടുതൽ ദൈവരാജ്യം. അത് മരിച്ചാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ തക്കവിധം വിശുദ്ധിയുടെയും പരിശുദ്ധിയുടെയും ഒരു കാര്യത്തിലാണോ ഞാനുള്ളത് പരിശോധിക്കാൻ ഈ കാലഘട്ടങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. അതിന് 1-ാം അധ്യായത്തിൻ്റെ വെളിപ്പെടുത്തലുള്ള കർത്താവ് നമ്മോട് സംസാരിച്ചത് ഇപ്രകാരമാണ്. ഇനി ഇവിടെ നമ്മുടെ സഭകളോട് ഈ സന്ദർശനങ്ങളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം 7 സഭകളോട് സംസാരിക്കുകയാണ്.
അതിനകത്തെ ഓരോ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ സഭയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് കൂടെ ഗ്രഹിച്ചാലേ നമുക്കിതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇനി പെട്ടെന്നൊരു തിരുത്തലുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം മൂന്നാം ലോകം നമുക്ക് ശരിക്കും ഒരു ധ്യാനം കൂടി നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങിക്കൊണ്ട് പെട്ടെന്നൊന്ന് രൂപാന്തരപ്പെട്ടേക്കാം, പെട്ടെന്നൊന്ന് വിശുദ്ധി പ്രാപിച്ചേക്കാം എന്ന് പറഞ്ഞാൽ പറ്റാത്ത വിധം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സഭകളോട്, അതായത് എൻ്റെ സഭ ഏതാണ്, എൻ്റെ RC സഭ, എൻ്റെ RC സഭയാണെങ്കിൽ എൻ്റെ റോമൻ കാത്തലിക് സഭ, ഇനി അതല്ല ഇനി ഞാൻ മലങ്കരയാണെങ്കിൽ അത്, ഞാൻ ബന്ധകോസ്തു ആണെങ്കിൽ അത്, സഭാ വിഭാഗങ്ങൾ എന്തുമായിക്കോട്ടെ. അപ്പോൾ സഭകളോട് പറയുന്നത് എന്ത് പറയുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ഒരുങ്ങുവാൻ ഉള്ള ഒരു പ്രത്യേക സമയം, ഏതാനും ചില കാലഘട്ടം, ഏതാനും ചില ദിവസങ്ങളല്ല, ഏതാനും ചില മാസങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു വർഷത്തിനുള്ളിലുള്ള കാലഘട്ടമേ ഉള്ളെന്ന് ഗ്രഹിക്കാൻ നമുക്കിപ്പോൾ സാധിച്ചാൽ നമ്മൾ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. അല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം വലിയ ദുരന്തങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കും. പെട്ടെന്നൊന്നും നമുക്ക് വിശുദ്ധി പ്രാപിക്കാം, രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കരുത്. അതിനാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം, എൻ്റെ സഭയിൽ കൂടെ എന്നോട് എന്താണ് പറയുന്നത് എന്നൊരു ചിന്ത നമുക്ക് വെച്ചു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അതുവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിട്ട് ശക്തമായിട്ട് ഒരുങ്ങാൻ എൻ്റെ ആത്മാവിൽ പ്രേരണ തരുന്നത് ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ മനസ്സിലാക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 25-ാം തിരുവചനം വെച്ച് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ട് വരണം? ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ ആവർത്തിച്ച് പറയും, നിങ്ങൾ എത്ര എന്നെ ഏത് കമൻ്റ് ഇട്ടാലും പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഞാൻ നിങ്ങളുടെ വെളിപാട് 22-14 വചനം ഓരോ ക്ലാസ്സിലും ഞാൻ പറയും. കാരണം അവിടെ ആ രീതിയിലാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴിവ് വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ. ആ രീതിയിൽ ഒരുങ്ങാൻ സർവശക്തനായ യേശു ക്രിസ്തു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നമ്മെ എത്രയും ശക്തമായിട്ട് ഒരുക്കട്ടെ. അതിനെ നമുക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും സമർത്ഥം അനുഗ്രഹിക്കട്ടെ. ആമേൻ.